ഭൂട്ടാൻ കാർ കള്ളക്കടത്ത് അന്വേഷണത്തിൽ വിദേശ നിർമ്മിത കാറുകളെക്കാൾ ഉപരിയായി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പ്രീമിയം കാറുകൾ ലക്ഷ്യമിട്ടുള്ള റിവേഴ്സ് സ്മഗ്ലിംഗ് എന്ന തട്ടിപ്പ് രീതി പുറത്ത്. ഇന്ത്യയിൽ നിന്നുള്ള വാഹന കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ മുതലെടുത്ത് കോടികളുടെ നികുതി വെട്ടിപ്പാണ് സംഘടിത റാക്കറ്റുകൾ നടത്തുന്നത്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പ്രീമിയം കാറുകൾ നിയമാനുസൃതമായി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതാണ് തട്ടിപ്പിന്റെ ആദ്യപടി. വാഹനം കയറ്റുമതി ചെയ്യുമ്പോൾ GST താരിഫ് ഇനങ്ങളിൽ 28 മുതൽ 35% വരെ നികുതി ഇളവ് സർക്കാരിൽ നിന്ന് ലഭിക്കും. ഉദാഹരണത്തിന് 20 ലക്ഷം രൂപ വില വരുന്ന ഒരു കാർ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ 6 മുതൽ 7 ലക്ഷം രൂപ വരെയാണ് നികുതി ഇളവായി റാക്കറ്റിന് ലഭിക്കുന്നത്. വിദേശത്ത് വിൽക്കുന്ന ഇത്തരം കാറുകൾ 4-5 വർഷത്തിന് ശേഷം കുറഞ്ഞ വിലയ്ക്ക് ഉടമകളിൽ നിന്ന് റാക്കറ്റ് തിരികെ വാങ്ങും. തുടർന്ന് ഇവ പൊളിച്ച് സ്ക്രാപ്പ് എന്ന പേരിൽ കള്ളക്കടത്തായി വീണ്ടും ഇന്ത്യയിലേക്ക് എത്തിക്കും. ഇങ്ങനെ തിരിച്ചെത്തിക്കുന്ന ഭാഗങ്ങൾ റീഅസംബിൾ ചെയ്ത് സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ വൻ വിലയ്ക്ക് വിൽക്കുന്നതാണ് ഇവരുടെ രീതി. തട്ടിപ്പ് പുറത്തറിയാതിരിക്കാൻ കാറുകളുടെ എഞ്ചിൻ നമ്പറും ഷാസി നമ്പറും മാറ്റും. കൊച്ചി ജയ്ഗാവ് കസ്റ്റംസ് പ്രിവന്റീവ് യൂണിറ്റുകൾ നടത്തിയ ഓപ്പറേഷൻ നുംഖോറിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ പൊരുത്തക്കേട് കണ്ടെത്തിയത്. നിർമ്മാണ കമ്പനികളുടെ രേഖയിലുള്ള എഞ്ചിൻ നമ്പറും ഷാസി നമ്പറും പിടിച്ചെടുത്ത വാഹനങ്ങളിലേതുമായി ഒത്തുപോകുന്നില്ല. കസ്റ്റംസ് റിപ്പോർട്ടിനെ തുടർന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നടത്തിയ പരിശോധനയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത 15,849 വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രമക്കേട് കണ്ടെത്തി. അസം, സിക്കിം, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് ഇത്തരം വാഹനങ്ങൾക്ക് വ്യാജ രജിസ്ട്രേഷൻ സംഘടിപ്പിക്കുന്നത്.